കടന്നുപോയ വർഷം കോഴിക്കോട് ജില്ലയിൽ വൻ വികസന കുതിപ്പാണ് ഉണ്ടായത്. ആരോഗ്യരംഗത്തായാലും പൊതുമരാമത്ത് ടൂറിസം രംഗങ്ങളിലായാലും നേട്ടങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് കോഴിക്കോടിൻ്റെ 2023 വർഷത്തിന് പറയാൻ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തുടങ്ങി നിപ്പയെയും കോവിഡിനെയും അതിജീവിച്ച് ബേപ്പൂർ ഫെസ്റ്റിൽ അവസാനിച്ച 2023. 2023 നേട്ടങ്ങളുടെയും ദുരന്തങ്ങളുടെയും അതിജീവനത്തിന്റെയും നാളുകളിലൂടെയുള്ള യാത്രയായിരുന്നു കോഴിക്കോടിന്. സ്കൂൾ കലോത്സവത്തെ വരവേറ്റ ജനുവരി മാസം കോവിഡിനെ അതിജീവിച്ച വൻ ജനാവലിയാണ് കലോത്സവത്തെ എതിരേറ്റത്. നിപ എന്ന മഹാദുരന്തത്തെ ഐക്യം കൊണ്ടും ആരോഗ്യ പ്രവർത്തകരുടെ സേവന സന്നദ്ധത കൊണ്ടും ആരോഗ്യരംഗത്തെ നേട്ടമാക്കി മാറ്റാൻ കോഴിക്കോടിന് സാധിച്ചു. കോർപ്പറേഷനാകട്ടെ അഴക് ശുചിത്വ പദ്ധതിയിലൂടെ സഞ്ചാരികളുടെ നഗരത്തെ മനോഹരമാക്കി. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ് അടക്കം സാഹിത്യകാരന്മാരുടെയും സംവിധായകരുടെയും ഇഷ്ടഭൂമിക യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടുന്ന രാജ്യത്തെ ആദ്യ നഗരമാക്കി കോഴിക്കോടിനെ മാറ്റിയെടുത്തു. കയാക്കിംഗ്, മറൈൻ വാട്ടർ ഫെസ്റ്റ്, ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് തുടങ്ങി ഉത്സവങ്ങളുടെ ജില്ലയായി ടൂറിസം വകുപ്പും കോഴിക്കോടിന് ഏറെ സംഭാവന നൽകി. ഏറ്റവും വേഗം വളരുന്ന 10 നഗരങ്ങളെ കുറിച്ച് പഠിച്ചപ്പോൾ അതിൽ 3ാം സ്ഥാനം കോഴിക്കോടിനായിരുന്നു. ആ വളർച്ച എന്നത് ടൂറിസവുമായി കൂടി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി ഒരിക്കലും കാണാത്തത്ര ഊർജ്ജത്തോടെ ദൂരക്കാഴ്ചയോടെ അത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയും എല്ലാവരെയും പങ്കാളികളാക്കുകയും ജനങ്ങളിൽ ടൂറിസം ആവശ്യമാണ് എന്നൊരു ബോധ്യം ഉണ്ടാക്കിയ വർഷം കൂടിയാണ് 23. ബീച്ച് ടൂറിസം, വയനാടൻ യാത്രയ്ക്കായി തുരങ്കപാതയ്ക്കുള്ള അനുമതിയും തയ്യാറെടുപ്പുകളും പൂർത്തിയായി. ജില്ലയിലെ റോഡുകളെല്ലാം ഉത്തരാധുനിക നിലവാരത്തിലേക്ക് ഉയരാനുള്ള ആദ്യ ചവിട്ടുപടിയിലാണ്. അവയവമാറ്റ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിക്കായി 300 കോടി സർക്കാർ അനുവദിച്ചു. നിപ പ്രതിരോധത്തിന്റെ ഭാഗമായി ഗവേഷണ നിരീക്ഷണ റിസർച്ച് സെന്റർ, സൂപ്പർ സ്പെഷ്യാലിറ്റി, മലിനജല സംസ്കരണ പ്ലാന്റ്, മദർ ന്യൂബോൺ കെയർ യൂണിറ്റ് അടക്കം കോഴിക്കോട് മെഡിക്കൽ കോളേജും നിപയെയും ആരോഗ്യരംഗത്തെ നേട്ടമാക്കി മാറ്റി. പി വി ജോഷില, കൈരളി ന്യൂസ്, കോഴിക്കോട്.